പശു അമ്മയാണെന്ന് അഹമ്മദാബാദ് ഹൈക്കോടതി. ബക്രീദിനും പശുവിനെ കൊല്ലാൻ ആർക്കും മൗലികാവകാശമില്ലെന്നും അലഹബാദ് ഹൈക്കോടതി. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, വീണ്ടും ഒരു കോടതി കൂടി ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ? പ്രധാനമായും ഈ ഹൈദരാബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ശിവശങ്കർ റാവു വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പശുക്കളെ ദേശീയ തലത്തിൽ പരിഗണിക്കുന്നത് സംബന്ധിച്ചുള്ള ഹർജി പരിഗണിച്ചായിരുന്നു ഇത്തരം ചില പരാമർശങ്ങൾ ഹൈക്കോടതി ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് പശു അമ്മയ്ക്ക് സമാനമാണെന്നും പശുവിന്റെ പാല് ഈ അമ്മയുടെ മുലപ്പാലിനും മറ്റും സമാനമായ രീതിയിൽ മമാലിയൻ DNA ഉള്ളതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കൂടാതെ അതിനാൽ തന്നെ ദേശീയ തലത്തിൽ പശുക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പശുക്കളെ കൊല്ലുന്നവർക്കെതിരെയുള്ള നിയമം ശക്തമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു എന്നും ജഡ്ജി പരാമർശിക്കുകയുണ്ടായി. ഇതുകൂടാതെ മറ്റു ചില പരാമർശങ്ങൾ നടത്തിയത് ബക്രീദുമായി ബന്ധപ്പെട്ടും മത ആചാരങ്ങൾക്കും പശുക്കളെ അറുക്കുന്നതിന് ആർക്കും മൗലിക അവകാശം രാജ്യത്ത് ഉറപ്പു നൽകുന്നില്ല. അതിനാൽ തന്നെ ഇത്തരമുള്ള പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതാണെന്നും ഇത് തിരിച്ചറിഞ്ഞ് പശുക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് നിയമപരിരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്നായിരുന്നു ഹൈദരാബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ശിവശങ്കർ റാവുവിന്റെ പരാമർശം. സൗമ്യ. മനു, ഒരുപക്ഷെ ആവർത്തിച്ച് ഈ വിധത്തിലുള്ള നിലപാടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു വലിയ തർക്കം രാജ്യത്തുടനീളം നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി എങ്ങനെയാണ് ഇത് നിരീക്ഷിക്കപ്പെടുന്നത്? പൊതുവിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഈ ഹൈക്കോടതി ജസ്റ്റിസിന്റെ പരാമർശങ്ങൾ വഴിവെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ രാജസ്ഥാൻ ഹൈക്കോടതി ജസ്റ്റിസ് ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പശുക്കളെ കൊല്ലുന്നവർക്കെതിരെയുള്ള നിയമം ശക്തമാക്കണമെന്നും പശുക്കളെ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഉറപ്പാക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നിയമവിജ്ഞാനത്തിലൂടെ ശക്തമാക്കണമെന്ന നിർദ്ദേശമാണ് രാജസ്ഥാൻ ഹൈക്കോടതി ജസ്റ്റിസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നു. പശുക്കളെ സംരക്ഷിക്കുകയും പശുക്കളെ കൊല്ലുന്നവർക്കെതിരെയുള്ള നിയമ നടപടികൾ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് അന്ന് രാജസ്ഥാൻ ഹൈക്കോടതി കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും നിർദ്ദേശവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരികയാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും മറ്റൊരു ഹൈക്കോടതി കൂടി ഈ പശുക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെ പിന്തുണച്ചുകൊണ്ടും അതോടൊപ്പം രാജ്യത്തെമ്പാടും ഈ കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലും ഇതൊന്നും പരിഗണിക്കാതെയുള്ള ഇതിനെതിരെ സർക്കാരിനെ പ്രതിരോധിക്കാൻ ഉതകുന്ന ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രധാനമായും പശുക്കൾ അമ്മയ്ക്ക് സമാനമാണെന്നും പശുവിന്റെ പാലും മറ്റും അമ്മയുടെ മുലപ്പാലിന് സമാനമാണെന്നുമാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. അതിനാൽ തന്നെ രാജസ്ഥാൻ ഹൈക്കോടതിക്ക് പിന്നാലെ വീണ്ടും ഹൈദരാബാദ് ഹൈക്കോടതിയും പശു വിഷയത്തിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുന്ന പരാമർശങ്ങൾ വീണ്ടും നടത്തിയിരിക്കുകയാണ്. മനു, എന്തൊരു പശ്ചാത്തലത്തിലായിരുന്നു, എന്തായിരുന്നു കോണ്ടെക്സ്റ്റ് ഇങ്ങനെ ഒരു പരാമർശം കോടതി നടത്താൻ? ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ എന്തെങ്കിലും വിധികൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഉണ്ടായിരുന്നത് പശുവിനെ ദേശീയ മൃഗമായി പരിഗണിക്കുന്നതും അതോടൊപ്പം പശുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതും കൂടാതെ പശുക്കളെ അറുക്കുന്നതിനായി വിൽക്കുന്നത് സംബന്ധിച്ചും ഒരു കൃത്യമായ വിശദീകരണം നൽകണം കോടതി എന്നാവശ്യപ്പെട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈദരാബാദ് ഹൈക്കോടതി മുമ്പാകെ എത്തിയത്. ഈ ഹർജി പരിഗണിച്ചാണ് ഇത്തരം ചില പരാമർശങ്ങൾ ഹർജി പരിഗണിച്ച് വാദം പുരോഗമിക്കവേ ഇത്തരം ചില പരാമർശങ്ങൾ ജസ്റ്റിസ് നടത്തിയത്. ജസ്റ്റിസ് ശിവശങ്കർ റാവു ചൂണ്ടിക്കാട്ടിയത് പ്രധാനമായും പശുക്കളെ പൈതൃകമായി തന്നെ പരിപാലിച്ചു വരുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യക്കുള്ളത്. അതിനാൽ തന്നെ ഇതേ ഒരു സാഹചര്യത്തിലും വീണ്ടും ഗോവധവും മറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഗോവധം തടയുന്നതിനായി നിയമനിർമ്മാണം ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന പരാമർശമാണ് നടത്തിയത്. അതിനാൽ തന്നെ രാജസ്ഥാൻ ഹൈക്കോടതി നേരത്തെ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച മാതൃകയിൽ ഗോവധം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ ശക്തമാക്കേണ്ടിയിരിക്കുന്നു, ഇതിനുള്ള നിയമ നടപടികൾ പുനർവിജ്ഞാപനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന നിർദ്ദേശം തന്നെയാണ് ഹൈദരാബാദ് ഹൈക്കോടതി ജസ്റ്റിസും നൽകിയിരിക്കുന്നത്. നേരത്തെ രാജസ്ഥാൻ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയമ മന്ത്രാലയം പരിഗണിച്ചു വരികയുമാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും പശു അമ്മയ്ക്ക് സമാനം എന്ന പരാമർശം ഇപ്പോൾ ഹൈദരാബാദ് ഹൈക്കോടതിയും നടത്തിയിരിക്കുന്നത്. സൗമ്യ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പശു അമ്മയ്ക്ക് സമാനമാണ് എന്നാണ് ഹൈദരാബാദ് ഹൈക്കോടതിയുടെ പരാമർശം. അതുകൊണ്ട് തന്നെ പശുവിനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്ന് തെളിയിക്കുന്ന പുതിയ മൊഴി പുറത്ത്. കുപ്പി സുബീഷും BJP നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായത്. താൻ ഉൾപ്പെടെ 4 പേർ ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് കുപ്പി സുബീഷ് വെളിപ്പെടുത്തുന്നു. അതേസമയം മൊഴി നിഷേധിച്ച് സുബീഷ് രംഗത്തെത്തി.
NDF പ്രവർത്തകനായിരുന്ന ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കെ RSS പ്രവർത്തകനായ കുപ്പി സുബീഷിന്റെ താനടക്കം 4 RSS പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയതെന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫസലിനെ ഭയപ്പെടുത്താൻ പോയതാണെന്നും എന്നാൽ അയാൾ ഭയങ്കരമായാണ് ഞങ്ങളോട് പ്രതികരിച്ചതെന്നും കൂടെയുള്ളയാൾ ആദ്യം വെട്ടിയെന്നും പിന്നീട് ഞങ്ങൾ എല്ലാവരും വെട്ടിയെന്നും സംഭാഷണത്തിൽ വ്യക്തമാവുന്നു. അപ്പോൾ വന്ന് ഇവനെ ബൈക്കും കയറി 4 ആളും കയറി ബാക്കിൽ ഇരുന്ന് 3 ആൾ അട്ടിക്കുന്നു. അല്ലല്ല, ഞാൻ ബാക്കിലായിരിക്കുന്നു. ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ബാക്കി ഷിനോജ് ഓടിക്കുന്ന മുമ്പിൽ അങ്ങനെ അട്ടിക്കിട്ട് വിട്ട്. സംഭവം CPIMന്റെ തലയിലായതോടെ സംഘടന ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അറിഞ്ഞിട്ടൊരു സാധനം ഒളിപ്പിച്ചിട്ട് അജേട്ടൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചിങ്ങനെ. അപ്പോൾ കേസ് തിരിഞ്ഞ് കുറെ പേരുടെ കാര്യം. അപ്പോൾ സംഘടനക്ക് ആത്മവിശ്വാസം കൂടി സംഘടന വന്ന് നിങ്ങൾ ഈ സംഭവമായിട്ടൊന്നും അറിയില്ല എന്ന രീതിയിൽ വിട്ട്. അതിനുശേഷമാണ് നമ്മൾ ആൾക്കാർ ഓരോ എങ്ങനെയാണ് പറയുന്നത്. ആദ്യ കൊലപാതകമായിരുന്നു അത്. കൂടെയുണ്ടായിരുന്ന ഷിനോജ് പിന്നീട് പനി വന്ന് ആശുപത്രിയിലായെന്നും 2 വർഷം മുൻപ് BJP നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാവുന്നു. കുപ്പി സുബീഷ് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതോടെ സുബീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന CBI വാദവും പൊളിയുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോഴിക്കോട് ജില്ലയിൽ CPIM ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. നന്മണ്ടയിലും ഫറോക്കിലും ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾക്ക് നേരെ ആക്രമണം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ സമാധാന യോഗം ചേരും. ഫറോക്കിലെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണം നടന്നത്. ഓഫീസിന് അക്രമി സംഘം തീയിട്ടു. നന്മണ്ടയിലെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയും കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു. കല്ലേറിൽ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ബാലുശ്ശേരി മേഖലയിൽ CPIMന്റെയും DYFIയുടെയും കൊടിമരങ്ങളും സ്തൂപങ്ങളും വ്യാപകമായി തകർത്തു. ആക്രമണത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്നാണ് CPIMന്റെ ആരോപണം. അതേസമയം വടകര തോടന്നൂരിൽ CPIM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് കത്തിച്ചു. ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്നാണ് CPIM ആരോപണം. ജില്ലയിൽ BJP പ്രഖ്യാപിച്ച ഹർത്താലിൽ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ബോംബാക്രമണം ഉൾപ്പെടെ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ CPIM ഓഫീസുകൾക്ക് നേരെ ജില്ലയിൽ വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KM മാണിക്കെതിരെ കോൺഗ്രസ് മുഖപത്രത്തിന്റെ അതിരൂക്ഷ വിമർശനം. മാണിക്ക് രാഷ്ട്രീയം എക്കാലവും കച്ചവടമെന്ന് വീക്ഷണത്തിന്റെ വിലയിരുത്തൽ. KM ജോർജ് നെഞ്ചുപൊട്ടി മരിച്ചത് KM മാണി കാരണമാണെന്നും രാഷ്ട്രീയ മര്യാദയും സത്യസന്ധതയും ഇല്ലാത്ത അപ്പോസ്തലനാണ് മാണിയെന്നും പത്രം വിമർശിക്കുന്നു. UDF 100 തവണ തോറ്റാലും മാണിയെ തിരികെ വിളിക്കരുതെന്നും പത്രം മുഖപ്രസംഗത്തിൽ പറയുന്നു. എന്നാൽ വീക്ഷണത്തിന് മറുപടിയുമായി KM മാണിയും രംഗത്തെത്തി. വീക്ഷണത്തിന്റെ ഉപദേശം കോൺഗ്രസിനോട് മതിയെന്ന് മാണി പറഞ്ഞു. KM മാണിക്ക് രാഷ്ട്രീയം എക്കാലവും കച്ചവടമാണെന്ന രൂക്ഷ വിമർശനം ഉയർത്തുന്ന വീക്ഷണം കവലയിൽ നിന്ന് വിലപേശുന്ന നേതാവാണ് KM മാണിയെന്നും പരിഹസിക്കുന്നു. രാഷ്ട്രീയ മര്യാദയും സത്യസന്ധതയുമില്ലാത്ത മാണിയുടേത് വിലപേശിയും പിടിച്ചുപറിച്ചും സ്ഥാനമാനങ്ങൾ കൈക്കലാക്കുന്ന ശൈലിയാണ്. ഗുരുഹത്യയുടെ പാപം പുരണ്ട കൈകളാണ് മാണിയുടേതെന്നും കേരള കോൺഗ്രസ് സ്ഥാപകൻ KM ജോർജ് നെഞ്ചുപൊട്ടി മരിച്ചതിന്റെ ഉത്തരവാദിത്തം മാണിക്കാണെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു. നിരവധി നേതാക്കളുടെ ചോര വീഴ്ത്തിയാണ് ജോസ് കെ മാണിയെ അനന്തരാവകാശിയായി മാണി വാഴിച്ചത്. മാണിക്ക് വേണ്ടി UDFൽ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന ധാരണ വേണ്ടെന്നും കോൺഗ്രസ് ചുമന്നതുകൊണ്ടാണ് മാണിക്ക് രാഷ്ട്രീയ അസ്തിത്വമുണ്ടായതെന്നും വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു. അതേസമയം വീക്ഷണത്തിന് ഇടിവ് സംഭവിച്ചുവെന്ന് KM മാണി പ്രതികരിച്ചു. കാലത്തായിട്ട് വീക്ഷണത്തിന് കുറെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ ഗ്രഹിക്കാതെയും വിലയിരുത്താതെയും വാരിക്കൂട്ടി എഴുതുക. ഇപ്പോൾ വീക്ഷണം ഞാനൊരു ചതിവും കാണിച്ചിട്ടില്ല. UDFൽ ഇല്ലാത്ത ഞാൻ കേരള കോൺഗ്രസ് പാർട്ടി ഇവിടെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFിനായിട്ട് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ തെറ്റിരിക്കുന്നത്. വീക്ഷണത്തിന്റെ അഭിപ്രായം തള്ളി രംഗം ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ് KPCC നേതൃത്വം. കേരള കോൺഗ്രസ് എം മുഖപത്രമായ പ്രതിച്ഛായയുടെ ലേഖനത്തിലുള്ള വീക്ഷണത്തിന്റെ മറുപടിയാണ് വിവാദത്തിന് വഴിവെച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഖത്തറിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യ. മേഖലയിലെ സുരക്ഷയ്ക്ക് പ്രശ്നപരിഹാരം അനിവാര്യമെന്നും ഇന്ത്യക്കാർ സുരക്ഷിതരെന്നും വിദേശകാര്യ മന്ത്രാലയം. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, വിശദാംശങ്ങൾ. സൗമ്യ, ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് ഖത്തറിനെ ഒറ്റപ്പെടുത്തി സൗദി, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നീക്കം ഇന്ത്യ ഗൗരവകരമായി കാണുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. GCC രാജ്യങ്ങളുമായി എന്നും മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. നിരവധി ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും സാമ്പത്തികമായുള്ള മേൽക്കോയ്മ നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ എത്രയും വേഗം പ്രശ്ന പരിഹാരം ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ ഖത്തർ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ആദ്യം കുവൈറ്റ്
ഇടനില ചർച്ചയ്ക്ക് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഫ്രാൻസും കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിൽ ലീഡേഴ്സ് ചോയ്സിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാനും നിലപാട് അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിലൊരു പ്രതികരണവുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുള്ളത്. പരസ്പരമുള്ള ഉഭയകക്ഷി ചർച്ചകളിലൂടെ GCC രാജ്യങ്ങൾക്കിടയിലുള്ള സമാധാന അന്തരീക്ഷം തുടരണം എന്ന നിർദ്ദേശമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ഖത്തറിലുള്ള ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണെന്നും ഖത്തർ ഇക്കാര്യം ഇന്ത്യ അറിയിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ എംബസി നിരന്തരം ഇക്കാര്യം ചുമതലപ്പെട്ടവർ അന്വേഷിക്കുന്നുണ്ട് എന്നുകൂടിയാണ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നവർ ഉടൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം എന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഖത്തറിൽ ഉള്ള എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതർ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. എത്രയും വേഗം ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന നിർദ്ദേശം കൂടി ഈ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സൗമ്യ, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഖത്തർ ഉടൻ നിർത്തലാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഖത്തർ അമീറിനെ ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും പ്രതികരിക്കാൻ ഖത്തർ തയ്യാറായിട്ടില്ല. അതേസമയം ഭീകരരായി UAE പ്രഖ്യാപിച്ച വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ UAE നിർദ്ദേശം നൽകി. ഗൾഫ് മേഖലയിലെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഖത്തർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്ന പരാതി തന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ ഉയർന്നതായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെ ഇടപെടൽ. ഖത്തറുമായി ബന്ധമുള്ള 59 വ്യക്തികളെയും 12 സ്ഥാപനങ്ങളെയും ഭീകരരായി UAE പ്രഖ്യാപിച്ചതിനു പിറകെ ഈ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാനും UAE നിർദ്ദേശം നൽകി. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കാണ് UAE സെൻട്രൽ ബാങ്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭീകരരായി പ്രഖ്യാപിച്ചവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കാനും സെൻട്രൽ ബാങ്ക് നിർദ്ദേശമുണ്ട്. UAEയിൽ പ്രവർത്തിക്കുന്ന 6 ഖത്തറി ബാങ്കുകളോടുള്ള ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്താനും സെൻട്രൽ ബാങ്ക് UAE ബാങ്കുകളോട് നിർദ്ദേശിച്ചു. ഖത്തർ ഇസ്ലാമിക് ബാങ്ക്, ഖത്തർ ഇന്റർനാഷണൽ ഇസ്ലാമിക് ബാങ്ക്, വർബ ബാങ്ക്, മസ്റഫ് അൽ റയാൻ, ഖത്തർ നാഷണൽ ബാങ്ക്, ദോഹ ബാങ്ക് എന്നീ ബാങ്കുകളാണ് UAEയിൽ പ്രവർത്തിക്കുന്ന ഖത്തർ ബാങ്കുകൾ. സൗദി, UAE, ഈജിപ്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഖത്തറുമായി ബന്ധമുള്ള 59 വ്യക്തികളെയും 12 സ്ഥാപനങ്ങളെയും ഭീകരരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുസ്ലിം ബ്രദർഹുഡ് നേതാവ് യൂസഫ് അൽ ഹറാദബി ഉൾപ്പെടെയുള്ളവർ പട്ടികയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ദുബായ്. രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 3 ചിത്രങ്ങൾക്ക് വിലക്ക്. രോഹിത് വെമ്പല JNU കാശ്മീർ വിഷയങ്ങൾ പ്രതിപാദിച്ച ചിത്രങ്ങൾക്കാണ് വിലക്ക്. കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്യത്ത് സാംസ്കാരിക അടിയന്തരാവസ്ഥയാണെന്ന് സംവിധായകൻ കമൽ പ്രതികരിച്ചു. രോഹിത് വെമുലയുടെ മരണവും തുടർന്ന് സാമൂഹ്യനീതിക്ക് വേണ്ടിയുണ്ടായ പോരാട്ടവും പ്രതിപാദിക്കുന്ന PN രാംചന്ദ്രയുടെ ദി അൺബെയറബിൾ ബീയിങ് ഓഫ് ലൈറ്റ്നസ്, കശ്മീരിലെ സംഘർഷാവസ്ഥയും അവിടുത്തെ യുവാക്കളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നുവെന്ന് കാണിക്കുന്ന NC ഫസലിന്റെ ഇൻ ദി ഷെയ്ഡ് ഓഫ് ഫോളൻ ചിനാർ, JNUവിലെ വിദ്യാർത്ഥി സമരവും അതിനു പിന്നിലെ കാരണവും തേടുന്ന കാത്തു ലൂക്കോസിന്റെ മാർച്ച് 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 എന്നീ ചിത്രങ്ങൾക്കാണ് 10ാമത് രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ പ്രദർശനാനുമതി നിഷേധിച്ചത്. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയമാണ് ചിത്രങ്ങൾ വിലക്കിയത്. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നതായി സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമൽ പ്രതികരിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നിഷേധിക്കപ്പെടുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കമൽ വ്യക്തമാക്കി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഇതൊരു തരം സാംസ്കാരികമായിട്ടുള്ള എമർജൻസി നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ട കമ്മിറ്റ്മെൻറ്റുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ഫിലിം മേക്കേഴ്സൊക്കെ അതിന് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഇന്ത്യയിൽ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭീതിയുടെ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും കലാകാരന്മാരുടെ നേരെയും ഉണ്ടെന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഭയപ്പെടുന്നുണ്ടാവുമായിരിക്കാം. ചലച്ചിത്ര അക്കാദമിയുടെ ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് വേണ്ടിയുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ 3 ചിത്രങ്ങളും തിരഞ്ഞെടുത്തത്. നടപടി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചെയർമാൻ കമലും വൈസ് ചെയർപേഴ്സൺ ബീന പോളും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ രാജ്യത്തെ ഭൂരിപക്ഷ അക്വേറിയങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലായി. ചെറുകിട അലങ്കാര മത്സ്യ സ്റ്റാളുകളെയാണ് കേന്ദ്ര വിജ്ഞാപനം ഗുരുതരമായി ബാധിക്കുക. മുഴുവൻ സമയം വെറ്റിനറി ഡോക്ടറെ നിയമിക്കുന്നത് ഉൾപ്പെടെ അലങ്കാര മത്സ്യ സംരംഭകർക്ക് വൻ സാമ്പത്തിക ചെലവാണ് വിജ്ഞാപനത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും കേന്ദ്രം നിയന്ത്രണം കൊണ്ടുവന്നതോടെ രാജ്യത്തെ ഭൂരിഭാഗ അലങ്കാര മത്സ്യശാലകളും അക്വേറിയങ്ങളും അടച്ചുപൂട്ടേണ്ട ഗതികേടിലായി. ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം ബാധകമാണ്. സ്ഫടികഭരണികളിൽ മത്സ്യം വളർത്തുന്നതും പ്രദർശനം നടത്തുന്നതും തടഞ്ഞു.
ഓരോ അക്വേറിയ വിപണനശാലയും മുഴുവൻ സമയ വെറ്റിനറി ഡോക്ടറെയോ മത്സ്യവിദഗ്ധനെയോ നിയമിക്കണമെന്നും വിജ്ഞാപനം അനുശാസിക്കുന്നു. രാജ്യത്തെ ഭൂരിപക്ഷം അക്വേറിയങ്ങളും സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം നടത്തുന്നവയോ ചെറുകിട സംരംഭങ്ങളോ ആണ്. അതിനാൽ തന്നെ ഇത്തരം സംരംഭകർക്ക് വൻ തുക ചെലവഴിച്ച് ഡോക്ടറെയോ വിദഗ്ധനെയോ നിയമിക്കാനാകില്ല. കേരളത്തിൽ വിപണിയിൽ ഏറ്റവും ആവശ്യക്കാരേറിയ ക്ലൗൺ ഫിഷ്, ബട്ടർഫ്ലൈ ഫിഷ്, ബാറ്റ് ഫിഷ്, പാരറ്റ് ഉൾപ്പെടെയുള്ള 158 ഇനം അലങ്കാര മത്സ്യങ്ങൾക്കാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയന്ത്രണം ബാധകമാവുക. അതിനാൽ തന്നെ കേന്ദ്ര വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ ചിലവേറുന്നതോടെ ചെറുകിട അലങ്കാര മത്സ്യ സംരംഭകർ ഈ മേഖലയിൽ നിന്ന് പുറത്താകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്തനംതിട്ട കോന്നിയിൽ ഒഴുക്കിൽപ്പെട്ട് കുട്ടി മരിച്ച സംഭവത്തിൽ വീടിനടുത്തുള്ള പാറമടയ്ക്കെതിരെ പരാതിയുമായി കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത്. പാറമടയിൽ കെട്ടിനിന്ന മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടതിനാലാണ് കുട്ടി ഒഴുകിപ്പോകാൻ കാരണമെന്ന് മരിച്ച ആദിദേവിന്റെ അച്ഛൻ പറയുന്നു. ആദിദേവിന്റെ ചിരിയും കളിയുമില്ലാത്ത ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ കയറി ചെന്നത്. പണി പൂർത്തിയാകാത്ത വീട്. വീട്ടിൽ അച്ഛൻ ജിനുവും ഭാര്യ വിദ്യയും മറ്റു കുടുംബാംഗങ്ങളും മാത്രം. വീടിനെ ചുറ്റി ആദിദേവിനെ കവർന്നെടുത്ത ശേഷം ശാന്തമായി ഒഴുകുന്ന തോട്. എന്നും ആദിദേവ് കൂടെ കളിക്കാറുള്ള നായ ഇപ്പോൾ മുഴുവൻ സമയവും തോട്ടിലേക്ക് നോക്കി തന്നെ ഇരിപ്പാണ്. ആദിദേവ് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടപ്പോൾ നായ കുരച്ചുകൊണ്ട് വീട്ടിലോടിച്ചെന്ന് നിലത്തുരുണ്ടു മറിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനെ നോക്കി വീട്ടുകാർ തോട്ടിലേക്ക് ഓടിച്ചെന്നിരുന്നു. അപ്പോഴേക്കും തോട്ടിലെ വെള്ളം കുഞ്ഞിനെയും കൊണ്ട് ഓടിമറഞ്ഞു. ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന തോട് മഴ പെയ്യുമ്പോൾ അതിന്റെ രൗദ്രഭാവം കാണിക്കും. മലമുകളിലെ പാറമടയിൽ സംഭരിക്കുന്ന വെള്ളം മഴ പെയ്യുമ്പോൾ ഈ തോട്ടിലേക്ക് ഒഴുകി വരുന്നതാണ് തോട്ടിൽ ആ സമയത്ത് ശക്തമായ ഒഴുക്കുണ്ടാവാൻ കാരണമെന്ന് ആദിദേവിന്റെ കുടുംബം പറയുന്നു. നല്ലൊരു മഴ പെയ്ത് കഴിയുമ്പം വെള്ളം കൂടും മലയെന്നുള്ളത്. അതിന്റെ കൂടെ അവർ ആ പാറയിലുള്ള വെള്ളം കൂടെ ഇറക്കി വിടുമ്പോൾ ഈ പാറപ്പൊടി കഴുകി വിടുന്ന വെള്ളമാണ്. അതുപോലാണ് ഇതിലേ വരുന്നത്. അന്നേരം വെള്ളം കൂടും. അന്നേരം നല്ല ഒഴുക്കാണ്, ഈ അടിയൊഴുക്കാണ് മൊത്തം. പാറമടയിൽ നിന്നും തോട്ടിലൂടെ വരുന്ന വെള്ളത്തിൽ കെമിക്കലും പാറപ്പൊടിയുടെ അവശിഷ്ടങ്ങളുമായിരിക്കും ഉണ്ടാവുകയെന്നും അത് ഈ കുടുംബങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. തോട്ടിൽ 2-3 സ്ഥലങ്ങളിൽ പാറമട അധികൃതർ കുഴിയെടുത്ത് മലിനജലം ശേഖരിക്കാറുണ്ടെന്നും മഴ പെയ്യുമ്പോൾ തോട്ടിലൂടെ ആ ജലമാണ് ഒഴുകി വരാറുള്ളതെന്നുമാണ് ഇവർ പറയുന്നത്. കൃത്യമായി ഒരു വഴി പോലും ഈ വീട്ടിലേക്ക് പോകാനില്ലാത്തതിനാൽ തോട്ടിലൂടെ തന്നെ നടന്നു മാത്രമേ ഇവർക്ക് വീട്ടിലെത്താനാകൂ. ഇവിടെ വെച്ചാണ് പാറമടയിൽ നിന്നും തുറന്നുവിട്ട വെള്ളത്തിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമെല്ലാം അസ്ഥാനത്തായി പോയത്. പാറമടയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുട്ടിയുടെ കുടുംബം തയ്യാറാകുന്നതും. കോന്നിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. EMSന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന 20ാമത് ദേശീയ സെമിനാർ 13-14 തീയതികളിൽ മലപ്പുറം തിരൂരങ്ങാടി ചെമ്മാട് നടക്കും. 1600 പ്രതിനിധികളാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത്. 13 രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകളിൽ സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ, S രാമചന്ദ്രൻ പിള്ള, കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രി KT ജലീൽ, KEN ഗണേഷ് തുടങ്ങിയവരും പങ്കെടുക്കും. 14 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സെമിനാറിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി സംഘാടക സമിതി ചെയർമാൻ വി അബ്ദുറഹ്മാൻ MLA, EN മോഹൻദാസ് തുടങ്ങിയവർ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ മാതൃകയിൽ നിന്നൊരാൾ അകന്നാൽ എന്നിൽപ്പെട്ടവനല്ല. പ്രവാചകന്റെ മാതൃക മിതത്വത്തിൻ്റെ മാതൃകയാണ്, തീവ്രതയുടെ മാതൃകയല്ല. ഈ മാതൃക ജീവിതത്തിൽ നമ്മുടെ മാതൃകയായി സ്വീകരിക്കുവാൻ ജഗന്നിയന്താവായ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.